തോട്ടം മേഖലയുടെ ജീവിതശൈലികൾക്കും കഷ്ടതകൾക്കും നേരെ തൂലിക ചലിപ്പിച്ചിരിക്കുകയാണ് യുവ എഴുത്തുകാരനായ ആർ ഭരത്. തന്റെ കൃതി വെൺവരൈ പൂക്കൾ പുസ്തക രൂപമാക്കി കഴിഞ്ഞു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ഉണ്ട്. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. തോട്ടം തൊഴിലാളികളുടെ ജീവിതശൈലികളിലേക്കും യാതനകൾ നിറഞ്ഞ ജീവിതങ്ങളിലേക്കും തന്റെ തൂലിക ചലിപ്പിച്ചിരിക്കുകയാണ് യുവ എഴുത്തുകാരനായ ആർ ഭരത്. വണ്ടിപ്പെരിയാർ ഡൈമോക്ക് എസ്റ്റേറ്റ് ലയത്തിൽ രാജൻ വേളാങ്കണ്ണി ദമ്പതികളുടെ 3 മക്കളിൽ ഒരാളാണ് ഭരത്. വണ്ടിപ്പെരിയാർ ഡൈമൂക്കിലും വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ഭരത് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ MA തമിഴ് ചെയ്യുകയാണ്. ഡിഗ്രി പഠനകാലം മുതലാണ് തന്റെ മനസ്സിനെ സ്പർശിച്ച തോട്ടം മേഖലയുടെ സ്പന്ദനങ്ങൾ കുറിക്കുവാൻ ആരംഭിച്ചത്. BA തമിഴ് വിഭാഗത്തിൽ 1ാം റാങ്ക് ജേതാവായ താൻ പഠനത്തിനൊപ്പവും മനസ്സിനെ സ്പർശിച്ച സ്പന്ദനങ്ങൾ കുറിക്കുവാൻ തുടങ്ങിയതായി പറയുന്നു. ജീവിക്കുന്ന ആളാണ്. എൻ്റെ സ്കൂളിങ്ങൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു. മുകളിലത്തെ LP സ്കൂളിൽ എൻ്റെ ലോവർ പ്രൈമറി സ്കൂളിൽ കഴിയുകയും പിന്നെ വണ്ടിപ്പെരിയാർ UP സ്കൂളിലേക്ക് പോവുകയും അതിനുശേഷം MRSലേക്ക് പഠിക്കുകയും ഹയർ സെക്കൻഡറി പാഠം വെള്ളാരംകുന്ന് പഠിക്കുകയും ചെയ്തു. അതിനുശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഴുത്തിനോടുള്ള പ്രണയം ചെറുപ്പം മുതൽക്കേ ഉള്ളതായും ഭരത് പങ്കുവച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കുട്ടിക്കാനം MRS സ്കൂളിൽ പൂർത്തീകരിച്ച ഭരത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം വെള്ളാരംകുന്ന സെന്റ് മേരീസ് സ്കൂളിലാണ് പൂർത്തിയാക്കിയത്. തന്റെ കാഴ്ചപ്പാടുകളുടെ തൂലിക ചലനത്തിന് ഭരത് നൽകിയിരിക്കുന്ന നാമം വെൺവരൈ പൂക്കൾ എന്നാണ്. ഞാൻ ഇവിടെ തന്നെ ജനിച്ച് ഇവിടെ വളർന്ന ആളാണ്. എൻ്റെ സ്കൂളിങ്ങൊക്കെ ആയിട്ട് ഞാൻ കോളേജ് ആയിട്ടാണ് പുറത്തൊക്കെ പോയത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറേ കാലം ഞാൻ ഇവിടെ ജീവിച്ചുകൊണ്ട് ഇതിൽ നിന്ന് കുറേ അനുഭവങ്ങളുണ്ട്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കഷ്ടങ്ങളായാലും ഞാൻ കാണുന്ന ആൾക്കാരുടെ കഷ്ടങ്ങളായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എഴുതാണ്. ഇതിൽ നിന്ന് കിട്ടിയ അനുഭവമാണ് കൂടുതലും എഴുതാൻ സഹായിച്ചത്. തന്റെ കാഴ്ചപ്പാടുകളുടെ തൂലിക ചലനത്തിന് ഭരത് നൽകിയിരിക്കുന്ന നാമം വെൺവരൈ പൂക്കൾ എന്നാണ്. പഠനത്തിൽ ഡോക്ടറേറ്റ് നേടുവാൻ ശ്രമിക്കുന്ന ഭരതിന്റെ ഉള്ളിൽ അവസരം ലഭിക്കുകയാണെങ്കിൽ തോട്ടം മേഖലയുടെ സ്പന്ദനങ്ങൾ തന്റേതായ ശൈലിയിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിക്കാനും തയ്യാറാണ്. പവിത്ര, പ്രീതി എന്നിവരാണ് ഭരതിന്റെ സഹോദരിമാർ. തോട്ടം മേഖലയിലെ ദുരിത ജീവിതത്തിൽ തന്റെ മാതാപിതാക്കളുടെ കഷ്ടതകളും എഴുതി ചേർക്കുവാൻ ഈ യുവ എഴുത്തുകാരൻ മറന്നില്ല. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.